അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അമ്മേനൊന്ന് ബസ് സ്റ്റോപ്പിലാക്കണം, ജോലിക്ക് പോകാൻ വേണ്ടി. അമ്മയ്ക്ക് ലേറ്റായിരുന്നു. സാധാരണ അനിയനെ കൊണ്ടുവിടാറ്, ഇന്നപ്പോൾ അനിയൻ എന്തൊക്കെയോ തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ വേഗം റെഡിയായി, ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി, ഒന്ന് മൂക്കൊക്കെ കഴുകി ഒന്ന് പുറത്ത് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് റെഡിയായി. വേറെ പ്രത്യേകിച്ചും റെഡിയാവലൊന്നും പോയില്ല. എന്നിട്ട് അമ്മേനെയൊക്കെ കൊണ്ടുവിട്ട് തിരിച്ച് തന്നെ വഴിയത്. അവിടെ നല്ല രസമാണ് കേട്ടോ. വീഡിയോയിൽ അത്ര കണ്ടാൽ മനസ്സിലാവില്ല. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ, നല്ല തണുപ്പും, ആ ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പോരാത്തിന് ഇന്ന് ഡിസംബർ ജനുവരി ടൈമല്ലേ, നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അമ്മേനെയൊക്കെ കൊണ്ടുവിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ കുറച്ച് വിത്തൊക്കെ പാവിയിട്ടുണ്ട്, കുറച്ച് ചെടികളും പച്ചക്കറിയൊക്കെ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു. അപ്പോൾ അതങ്ങ് പാവിയിട്ടുണ്ട്, അത് നോക്കിയൊക്കെ വല്ല കോഴിയും കുത്തിക്കളഞ്ഞോ വല്ല കിളിയൊക്കെ കൊത്തി ഉറുമ്പെടുത്തോന്നൊക്കെ നോക്കിയൊക്കെ വല്ല മുളച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 എണ്ണത്തിന് മുളച്ചിട്ടുണ്ട്. കുറച്ച് ബന്ധിത്തൈയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുളച്ച് കിടക്കുന്ന കണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ വേഗം അകത്തേക്ക് പോന്നു. പോയപ്പോൾ പല്ല് തേക്കാണ്ടാണ് പോയത്, പെട്ടെന്ന് എണീറ്റ് പോയത്. അപ്പോൾ വേഗം പല്ലൊക്കെ തേച്ച് ഒന്ന് സെറ്റായിട്ട് വേണം അടുക്കളയിലേക്ക് കയറണം. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുടി ഒതുക്കി ചീവി കെട്ടി വയ്ക്കും, അല്ലെങ്കിൽ ഭയങ്കര അലമ്പാവും. അപ്പോൾ രാവിലെ തന്നെ എണ്ണയൊക്കെ തേക്കണം. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. 2 ദിവസം ഇവിടെ ഉത്സവം തുടങ്ങിയപ്പോൾ എന്നും തലമുടി നനയ്ക്കും. അപ്പോൾ തല എന്നും നനച്ച് ഭയങ്കര ഡ്രൈ ആയി. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ തേച്ച് ചെറുതായിട്ടങ്ങ് മസാജ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം മസാജ് ചെയ്യാറുണ്ട്. ഇന്ന് വരെ സമയം ഉണ്ടായിരുന്നില്ല, ആകെ ലേറ്റായല്ല. അപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഒതുക്കി ഒന്ന് കെട്ടി വയ്ക്കുക, കുറച്ച് പണിയെടുക്കാനുണ്ട്. അപ്പോൾ ഒതുക്കി കാണിച്ച് കെട്ടി വെച്ച്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഈ ചീപ്പ് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഈ ചീപ്പിൻ്റെ ഭയങ്കര ഗ്യാപ്പാണ് ഇതിൻ്റെ പല്ലിന്. അപ്പോൾ നമ്മുടെ മുടി ചെട കൂടിയാൽ തന്നെ അത് പൊട്ടിപ്പോവില്ല മുടി, ഇങ്ങനെ ഊരിപ്പോരുമൊന്നുമില്ല. ആ ഗ്യാപ്പിൽ കിടന്ന് നല്ല കൂളായിട്ട് മുടി ഇങ്ങനെ പോന്നോളും, അല്ലാണ്ട് ചെട കൂടി അവിടെ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല ചീപ്പാണ്. ഞാൻ 2-3 വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുടിയൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും ഞാൻ വിചാരിക്കും, ഞാൻ ഈ മുടി ഇങ്ങനെ ബാക്കിലേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുടി നെറ്റി ഇങ്ങനെ കയറുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പണ്ടൊക്കെ നടുവൊക്കെ വെച്ചിലായിരുന്നു. ഇപ്പം പിന്നെ എപ്പോഴും മുടി ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടി വയ്ക്കുകയാണ്. ഞാൻ ഈ കെട്ടുന്ന രീതിയൊന്നും ശരിയില്ല. ശരിക്കും അമ്മക്കെട്ട് വേറെ ഏതോ രീതിയിലാണ് കെട്ടുന്നത്. ഞാൻ പിന്നെ എനിക്ക് മുടി ടൈറ്റായിട്ട് ഒതുങ്ങി സെറ്റായിട്ട് ഇരിക്കുന്ന രീതിയിലങ്ങ് കെട്ടും. അമ്മ എപ്പോഴും പറയും ഇങ്ങനെയൊന്നും അല്ല മുടി കെട്ടണ്ടേന്ന്. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് കെട്ടി വയ്ക്കും. ഒരു വിഷു എടുത്തങ്ങ് ഇടും, കഴിഞ്ഞ്. മുടി കെട്ടൽ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മുഖത്തൊരു മോയ്സ്ചറൈസർ ഇടും. എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഈ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഒന്ന് ഫേസ് വാഷ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് നിവ്യയുടെ സോഫ്റ്റ് എന്ന് പറഞ്ഞ ക്രീമാണ്. അത് നല്ലതാണ്, ഞാനും അനിയനൊക്കെ യൂസ് ചെയ്യുന്ന അതാണ്. അപ്പോൾ അതങ്ങ് ചുമ്മാ എല്ലായിടത്തും അങ്ങ് തിരിക്കും. രാവിലെ അത്രയൊക്കെ ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇന്നിച്ചിരി സൺസ്ക്രീമും കൂടെ തേക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാവും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൺസ്ക്രീമും കൂടെ ഞാൻ യൂസ് ചെയ്യണത് ഡോക്ടർ ഷീറ്റ്സിൻ്റെയാണ്. അത് നല്ലതാണ് കേട്ടോ. ഞാൻ ഇത്ര നാളും ഡീകൺസ്ട്രക്റ്റാണ് യൂസ് ചെയ്തതാണ്, പക്ഷേ അതിനൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഷീറ്റ്സാണ്. കുറച്ചും കൂടെ കവറേജ് തരുന്നുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് സ്കിൻ ഡള്ളാവില്ല പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അധികം അങ്ങ് തേക്കുന്നില്ല, എങ്ങും പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും തേച്ച് അത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ കണ്ണെഴുതും, രാവിലെ തന്നെ ഒന്ന് കണ്ണൊക്കെ എഴുതാറുണ്ട് ഇടയ്ക്കൊക്കെ. എല്ലാം അല്ലോട്ടെ, ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്ഥിരം ചെയ്യുന്നതല്ല, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തായാലും എഴുതുമല്ലോ. പിന്നെ ഒരു പൊട്ടും തൊടും, ഇത്രയാണ് രാവിലെ ചെയ്യാറുള്ളൂ. പിന്നെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടീസൊക്കെ ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ അടുക്കളയിൽ അമ്മ രാവിലെ പോയപ്പോൾ അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. വാങ്ങിയില്ലായിരുന്നു, റെഡി ആയില്ലായിരുന്നു. അപ്പോൾ അരി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അത് ഓക്കെ ആയിട്ടോ. പണ്ട് എനിക്ക് ഈ അരി വാങ്ങാൻ ഭയങ്കര പാടായിരുന്നു. പാട് മീൻസ് ഭയങ്കര പേടിയായിരുന്നു, മേത്തേക്ക് ചാടുമോ പൊള്ളൂലേ, ഭയങ്കര ചൂടല്ലേ. പോരാത്തിന് കുറേ അരി ഉണ്ടാവുമല്ലോ, നമ്മളെല്ലാം ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ പിന്നെ ചെയ്ത് സെറ്റായി, ഏകദേശം മനസ്സിലായി, അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഞാൻ തന്നെ കൂടുതലും അമ്മ ഇങ്ങനെ രാവിലെ വെച്ചിട്ട് ഞാൻ തന്നെ കൂടുതലും വാങ്ങാറ്. അത് വാങ്ങി വെച്ച് പിന്നെ അടുക്കളയിലേക്ക് മാറി. അടുക്കളയിൽ ദോശയൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. ഇന്ന് ദോശയല്ല, അപ്പമാണ്. എന്തപ്പം എന്ന് പറഞ്ഞാൽ പുളിമാവ് വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പമാണ്. അപ്പോൾ അതെനിക്കും അനിയനും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇളക്കി ഒന്ന് സെറ്റ്. അമ്മ രാവിലെ അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഞങ്ങൾ പിന്നെ എണീക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചൂടോടെ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇളക്കി. ലൈറ്റ് കുറവാണ്, പിന്നെ അത് ഒന്നാമത് നേരെയല്ലല്ലോ,
സ്റ്റാൻഡ് വെച്ചിട്ടൊന്നുമല്ല വയ്ക്കുന്നത്, ജസ്റ്റ് അവിടെ ചാരി വെച്ചേക്കാം. അപ്പം കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്, കാണുന്നില്ല എന്ന് പറഞ്ഞ് നേരെയാക്കുന്നതാണ്. പിന്നെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ദോശ ഒഴിക്കും. ഞാൻ പിന്നെ പണ്ടൊക്കെ ഒഴിക്കുമ്പോൾ തെറ്റിപ്പോയിരുന്നു. ഇപ്പം പിന്നെ സീനില്ല. കുറച്ച് നാളായിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഇപ്പം സെറ്റാണ്. ഇപ്പം സ്ഥിരം ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ തന്നെ പണി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെറ്റായി. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കണം അപ്പം ഇഷ്ടമല്ല. അപ്പം എന്നല്ല, എല്ലാ സാധനത്തിലും ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കും. അപ്പോൾ എനിക്കങ്ങനെ കഴിക്കാനും ഇഷ്ടം. അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമല്ല, എനിക്കും അനിയനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് ചമ്മന്തിയാണ്. സാധാരണ കടലക്കറിയാണ് ഉണ്ടാക്കാറ്, കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് അതൊക്കെ. ഇന്നലെ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇന്ന് രാവിലെ വേഗം ചമ്മന്തി അരച്ചു. ഞാൻ വിചാരിച്ചത് അത്ര സെറ്റ് ആകില്ലെന്ന്, പക്ഷെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ഈ തട്ടുകടയിലൊക്കെ ഉള്ള ടൈപ്പ് ചമ്മന്തിയൊക്കെ ആയിരുന്നു, സെറ്റായിരുന്നു. പിന്നെ ഇത് കുറച്ച് നേരം എടുക്കുമല്ലോ അപ്പം ഇനി വേവാൻ. ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കിടെ സൈഡ് പണികൾ ചെയ്തുകൊണ്ട് കിടക്കും. ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ തലേദിവസം കഴുകി വെച്ച പാത്രമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെച്ച് പല പല സ്ഥലത്താണ് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഇത് വേവാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനത് എടുത്ത് വെക്കുന്ന ടൈമിൽ അത് കരിയണ്ടോ എന്നൊരു ഡൗട്ട് വന്നു, കാരണം പുക ഒരുപാട് വേണമല്ലോ. അപ്പോൾ വേഗം അതെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ എനിക്ക് അനിയനും വേണമല്ലോ, അപ്പോൾ 2-3 എണ്ണം വേണം. 2-3 4-5 എണ്ണം വേണം. ഈ അപ്പമൊക്കെ ഞാനും കഴിക്കും, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കാണിക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റാണ്. പിന്നെ ഇതിപ്പോൾ അടച്ച് വെച്ച് ഒന്ന് മറിച്ചിട്ടാം. ഞാൻ മറിച്ചിടും, എല്ലാവരും മറിച്ചിടില്ല. പക്ഷെ അനിയന് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അനിയൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഇത് കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്ന ഇഷ്ടം. അമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമല്ല ഇങ്ങനെ കണ്ട. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാൻ ഞാൻ തന്നെ ഇരിക്കുന്നത്, അവൻ എണീറ്റിട്ടൊന്നുമില്ല. അപ്പം അവൻ എണീറ്റിട്ടുണ്ട്, അവൻ റബ്ബർ വെട്ടുവാണ്, ഞാൻ മറന്നു. അപ്പം കട്ടൻ ചായയാണിന്ന്, പാലൊന്നും മേടിച്ചില്ല. അപ്പോൾ കട്ടൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് കട്ടൻ ചായയും അപ്പവും ചമ്മന്തി സെറ്റായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നുള്ളൂ. പാത്രമൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഒന്നും ഇരിക്കാറില്ല, ഗ്ലാസ്സൊക്കെ റയറായിട്ട് വയ്ക്കാറുള്ളൂ. ഞാൻ 2 ദോശയൊക്കെ കഴിക്കും, 2-3. ഇടയ്ക്കൊരു ഡയറ്റിങ് ചെയ്ത് ഒരെണ്ണമൊക്കെ വെച്ച് തിന്ന് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പോൾ ഞാൻ 2 ദോശയൊക്കെ വെച്ച് കഴിക്കും. ഡയറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ചുമ്മാ വേശക്കെട്ടിന് അതൊക്കെ ചെയ്തു വെറുതെ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിടെ, എനിക്ക് മനസ്സിലായി. സെറ്റായി എന്നൊക്കെ പറയുന്നത്, എന്തോ കാണിച്ചിരുന്നു. 2 ദോശ, ചമ്മന്തി, ചായ, സെറ്റ്. കഴിച്ചു നോക്കിയതാണല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. കാരണം അമ്മ ഉണ്ടാക്കണതുകൊണ്ട് തന്നെ കറിയൊക്കെ അതൊക്കെ അമ്മ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. ഞാൻ പിന്നെ അത് വിളമ്പുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ കഴിക്കുകയാണ്. കഴിച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ പോകാനുണ്ട്. ഇപ്പോൾ കഴിക്കുന്ന വീഡിയോ കാണിക്കാമല്ലായിരിക്കും, ഇല്ല, വീഡിയോ ഞാൻ കട്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുക. അതൊക്കെ ഇനി എടുത്ത് അതാത് സ്ഥലത്ത് വെക്കണം. കറക്റ്റ് സ്ഥലത്ത് വെച്ചാലാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം ആദ്യം പാത്രം പുറകത്ത് കഴുകി വയ്ക്കും, അത് കഴിഞ്ഞ് അതെടുത്ത് അകത്ത് വയ്ക്കും. അവിടെ നിന്ന് പിന്നെ ഈ സ്റ്റാൻഡിൽ വയ്ക്കും. ഈ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലായിടത്തേക്കും മാറ്റി കൊണ്ടുപോകുന്നത്. കുറേ ഉണ്ട്, 2 ദിവസത്തല്ല, 1 ദിവസത്തെ പാത്രമാണ് തോന്നുന്നു. കുറേ ഉണ്ട്. ഓരോ പാത്രങ്ങളും പല പല സ്ഥലത്ത്, സ്റ്റീൽ വേറെ, ജാറ് വേറെ, കപ്പ്, അങ്ങനെ. ഇതിപ്പോൾ ഇന്ന് രാവിലെ അങ്ങോട്ട് കഴുകി വെച്ചേക്കുന്നത്, അതിന് അതിലേക്ക് ഉണക്കാൻ വയ്ക്കുന്നത്. ഇപ്പോൾ കഴുകാനൊക്കെ ഉണ്ട്, കഴുകാനൊക്കെ എടുത്ത് മാറ്റണം. ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ദോശയുടെ, അപ്പോൾ അത് കഴുകാൻ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ചെറുതായിട്ടല്ല, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. രാവിലെ തന്നെ എല്ലാ ദിവസവും ക്ലീനിങ് ഒക്കെ രാവിലെ തന്നെ കഴിച്ച് ഫുൾ തുടച്ച് ക്ലീനാക്കിയിടും. അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിട്ടിരിക്കും. ഇങ്ങനെ ടൈലൊക്കെ ഇത് ബ്ലാക്ക് ടൈലാണ്, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അലമ്പായിട്ട് തോന്നും. പ്ലെയിൻ ആയിട്ട് കിടക്കണ കാണാൻ ഇത് ഭംഗി കുറച്ചും കൂടെ. എനിക്കങ്ങനെ ഇഷ്ടം, ഞാൻ കൂടുതലും അങ്ങനെ വെക്കാറ്. ഒന്നും ഇങ്ങനെ അലമ്പാക്കി ഒരു സാധനം കാണാൻ പാടില്ല. ഇപ്പോൾ ആ ഓവനൊക്കെ അവിടെ ഇരിക്കണോണ്ട് എടുത്ത് മാറ്റില്ല, അല്ലെങ്കിൽ അതും എടുത്ത് മാറ്റിയാണ്. ഇന്നിപ്പോൾ തുടച്ച് എല്ലാം ഇതിപ്പോൾ തുടച്ചിട്ട് വേണം ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ട്. ഗ്യാസ് സ്റ്റവൊക്കെ പൊക്കി അതിൻ്റെ അടിയിലൊക്കെ കിടക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കിടക്കും എപ്പോഴും, നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സ്ഥിരം. ഇതിപ്പോൾ രാവിലത്തെ ചമ്മന്തി
ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കളയുന്നില്ല. വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമായിരിക്കും. പിന്നെ അതൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടുവന്ന് അതൊക്കെ കുറേ പാത്രം ഉണ്ട് കഴുകാൻ. രാവിലെ തൊട്ട് ഇന്നലത്തെ നൈറ്റത്തെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ ഇന്നലെ നൈറ്റ് കഴുകിയില്ല എന്ന് തോന്നുന്നു, അതും ഉണ്ട്. പിന്നെ ഇവിടെ ആദ്യം അകത്ത് വാഷ് ബേസിനുണ്ട്, പക്ഷെ അവിടെ ഒന്നും ചെയ്യുമൊന്നുമില്ല. കാരണം എല്ലാ വാഷ് ബേസും 3 വാഷ് ബേസിനെങ്ങാണ്ടുണ്ട്. എല്ലാം യൂസ് ചെയ്താൽ എല്ലാം അലമ്പാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കിലത്തെ മാത്രം ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കഴുകാനും വെള്ളമൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അത്ര യൂസ് ചെയ്യും. ഇവിടെ നിന്ന് തന്നെയാണ് മോട്ടറിൽ നിന്ന് വെള്ളം വരുന്നത്. കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഇങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ പാത്രം കഴുകാറൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഫുൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞ് അടുക്കളയിലെ പണീനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറണ്ട. രാവിലെ ചായം കടി ചോറ് കറി ഒക്കെ സെറ്റാണ്. അതിനിപ്പോൾ ഒന്ന് അടിച്ചും കൂടെ വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കണ്ട, ഓക്കെയാണ്. അത് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുക്കളയിൽ ഇനിയിപ്പോൾ പാത്രം കഴുകാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പണി കഴിയും. പിന്നെ കണ്ടോ, എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം, എങ്കിലും അതിൻ്റെ എനിക്ക് ഭംഗി തോന്നുള്ളൂ. എനിക്കിങ്ങനെ കിടന്നാലും ഇഷ്ടമാവുള്ളൂ. ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെ ആക്കി വയ്ക്കാറ്. പിന്നെ എന്താ ഇപ്പോൾ പാത്രം കഴുകാണ്ട് കുറേ ഉണ്ട് കേട്ടോ. നിലത്തെ തൊട്ട് ഇങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇന്ന് രാവിലത്തെയാണ്, എന്തായാലും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലിട്ടേക്കാണ്. കാരണം പതുക്കെ ചെയ്താൽ ഭയങ്കര കുറേ ഉണ്ടല്ലോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാത്രങ്ങളെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണെന്ന് അറിഞ്ഞൂടാ, എന്തോ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ടൈം ലാപ്സിലിട്ട് ചുമ്മാ ബോറടിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാം ഇപ്പം അമ്മയുണ്ടെങ്കിൽ അമ്മ ഈ പാത്രമൊക്കെ പുറത്ത് കൊണ്ടുപോയി കേട്ടോ കഴുകുന്നത്. ഞാനായതുകൊണ്ട് ഈ അകത്തിട്ട് കഴുകുന്നത്. എനിക്ക് ഈ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം ഇതൊക്കെ ചുമന്നുകൊണ്ട് പുറത്ത് പോകണം. പുറത്തിട്ട് കഴുകി അവിടെ നിന്ന് കൊണ്ടുതന്നെ ഭയങ്കര ചടങ്ങല്ലേ. നമ്മൾ എളുപ്പപ്പണിയുടെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഇട്ട് കഴുകി. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതലും കഴുകുന്നത് കേട്ടോ. ഇവിടെ കഴുകിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ തേച്ച് കഴുകിയിടും. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിടുള്ളൂ. അങ്ങനെ അലമ്പായിട്ടിരിക്കില്ല. നമ്മൾ ഡെയിലി കഴുകുന്നതുകൊണ്ട് നന്നായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്നാ പരിപാടി, ഇനി ബാങ്കിൽ പോകാനുണ്ട്. ബാങ്കിൽ പോകുന്നത് ജസ്റ്റ് മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നുള്ളൂ. ബാങ്കിൽ പോകണമൊക്കെ വേറൊരു വ്ലോഗിൽ ഇടുമെന്ന് എനിക്കറിയില്ല. ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ സെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയി നോക്കണം. ബാങ്കിൽ കുറച്ച് ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഈ ചട്ടി ഇന്ന് തോരൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോടൊന്ന് ഇളക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ നേരത്തെ എങ്ങടോ ഒന്ന് മാറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടി പിടിച്ചു. പക്ഷെ വലിയ സീനുണ്ടായില്ല, കരിഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടി പിടിച്ചു. അപ്പോൾ അത് ഇച്ചിരി പാടായിരുന്നു കഴുകാൻ. കാരണം അടി പിടിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വിമ്മിടുന്ന പാത്രം അതൊക്കെ ഒന്ന് കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അതൊക്കെ ഭയങ്കര അലമ്പായിട്ടിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി. അത്രേ ഉള്ളൂ. അടുക്കളയിലെ പണി കഴിഞ്ഞു കേട്ടോ. പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ഉണ്ണാൻ കയറുള്ളൂ. ചോറ് ഉണ്ണാൻ നേരത്ത് വരും. അല്ലാണ്ട് അടുക്കളയിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുതിയ കണ്ടോ നല്ല ക്ലീനായിട്ടിരിക്കും. എനിക്കിങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടം, ഒന്നും പുറത്തിരിക്കണ ഇഷ്ടമല്ല. ഇന്നിപ്പോൾ ചെറിയൊരു മോർണിംഗ് റൂട്ടീനൊക്കെ ഇതാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും. ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒന്ന് ബാങ്കിൽ പോകണം, പിന്നെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു വ്ളോഗ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.